എന്റെ കമന്റ്സിലാണെങ്കിലും DM-ലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന റിക്വസ്റ്റ് ആണ് അറ്റാക്ക് ഓൺ ടൈറ്റനിലെ എർവിൻ സ്മിത്തിന്റെ ആ ഒരു സ്പീച്ച്. ഇതിൽ നമുക്ക് 2 ക്യാരക്ടറിന് വോയിസ് കൊടുത്തു നോക്കാം. ഒന്ന് നമ്മുടെ മെയിൻ സ്പീച്ചും വേറൊരു കുഞ്ഞു ക്യാരക്ടറും അതിലുള്ള. നമ്മൾ എന്തായാലും മരിക്കാൻ പോവുകയാണ്. ഈ അവസ്ഥയിലും നമ്മൾ പോയി യുദ്ധം ചെയ്യണമെന്നാണോ പറയുന്നത്? അതെ, ഞാൻ എന്തായാലും മരിക്കുമെങ്കിൽ ഈ ആജ്ഞകളെല്ലാം ഞാൻ ലംഘിക്കുകയാണെങ്കിലും അതിലൊന്നൊരർത്ഥവുമില്ല അല്ലേ? തീർച്ചയായും ഇതിലൊന്നും ഒരർത്ഥമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും, ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ ജീവിതം എത്ര ഭാഗ്യകരമായിരുന്നെങ്കിലും, ആ പാറകളാൽ നിങ്ങൾ ചിതറി മരിക്കുമ്പോൾ അതിലൊന്നും ഒരർത്ഥമില്ലാതാകും. എല്ലാവരെയും ഒരു ദിവസം മരണം നേരിടും എന്ന് വെച്ചാൽ ജീവിതത്തിന് അർത്ഥമില്ലെന്നാണോ? നമ്മളെല്ലാവരും ജനിച്ചതുപോലും അർത്ഥമില്ലാത്ത ജീവിതത്തിന് വേണ്ടിയാണോ? മരണം വരിച്ച നമ്മുടെ സഹയോദ്ധാക്കൾ, അവരുടെ ജീവിതവും അർത്ഥശൂന്യമായിരുന്നോ? അല്ല, ഒരിക്കലുമല്ല. അവരുടെ ത്യാഗത്തിന് അർത്ഥമുണ്ടാക്കേണ്ട കടമ നമ്മുടേതാണ്. നമ്മുടെ സഹയോദ്ധാക്കളുടെ വീരമൃത്യു അവരെ സ്മരിക്കുക എന്നത് അതിജീവകരായ നമ്മുടെ കർത്തവ്യമാണ്. നമ്മളിവിടെ മരിക്കും. നമ്മളിൽ നിന്ന് അതിജീവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുമെന്ന പ്രതീക്ഷയോടെ. അതാണ് ഈ ക്രൂരമായ ലോകത്തെ എതിരിടാനുള്ള നമ്മുടെ ഏക മാർഗം. യോദ്ധാക്കളെ രോക്ഷം കൊള്ളൂ, യോദ്ധാക്കളെ ദേഷ്യമാർജിക്കൂ, യോദ്ധാക്കളെ പോരാടൂ.